എല്ലാ സിനിമകളിലും ലാൽ ജോസ് സാറിന്റെ സിനിമകളിൽ സുകുമാരിയമ്മയുണ്ട്. എനിക്ക് തോന്നുന്നു വീണ്ടും നമ്മൾ ചാന്തുകൂട്ടിലേക്ക് എത്തുമ്പോൾ അതിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ആഴക്കടലിന്റെ എന്ന് പറയുന്ന ഒരു പാട്ട് സീൻ സുകുമാരിയമ്മ ഒരു താരാട്ടായിട്ട് പാടുന്നതായിട്ടാണ് ആ സിനിമയിലും ചിത്രീകരിച്ചു വെച്ചിരിക്കുന്നത്. ഹീറോയുടെ മുത്തശ്ശിയായിട്ട് അഭിനയിക്കുന്ന കഥാപാത്രങ്ങൾ നമ്മുടെ കഥാപാത്രമായി മാറുന്നതിന് ഏത് വേഷവും ചേരുന്ന ഒരാളായിട്ട് പലപ്പോഴും നമുക്ക് സുകുമാരിയമ്മയെ തോന്നുന്നുണ്ട് അല്ലേ? ഭയങ്കര വേഴ്സറ്റൈലായിരുന്നു, ഭയങ്കര എനർജി ഉണ്ടായിരുന്നു അവർക്ക്. എനിക്ക് തോന്നുന്നു ഇപ്പൊ ക്യാരക്ടേഴ്സ് അവർക്ക് രൂപത്തിലൊന്നും വലിയ മാറ്റമൊന്നും വരുത്താൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ ഭയങ്കര രൂപവ്യത്യാസമൊക്കെ വരുത്തിയിട്ട് വ്യത്യസ്ത കഥാപാത്രം അങ്ങനെയൊന്നുമില്ല. അവരൊരു കുറി തൊട്ടാൽ ഒരു ഹിന്ദു വീട്ടമ്മയാണ്. പട്ടാളത്തിലെ ഒക്കെ അമ്മ വരുന്നത് തനി അമ്മയാരാണ് അവിടെ നിന്ന് വരുന്നത്. എങ്ങനെ വേണമെങ്കിലും മാറാൻ കഴിയുന്ന ഒരു ഗ്രേസ് അവർക്കുണ്ടായിരുന്നു. പിന്നെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് ദുഷ്ടകഥാപാത്രമാണെങ്കിലും എന്ത് വൾഗറായിട്ടുള്ള ക്യാരക്ടർ ആണെങ്കിലും ഒന്നും ചെയ്യാനൊരു മടിയില്ല. അത് അവരുടെ ഒരു പ്രൊഫഷനെ അത്രയും സിൻസിയറായിട്ട് ആരാധിച്ചിരുന്ന ഒരാളാണ്. ഇത്രയും ആസ്വദിച്ച് ജോലി ചെയ്യുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ സെറ്റുകൾ അവർക്കൊരു വീട് പോലെയാണ്. ആ സെറ്റിലുള്ള എല്ലാ ആൾക്കാരും അവരുടെ മക്കളാണെന്നുള്ളൊരു ധാരണയുണ്ടായിരുന്ന ഒരാളാണ്. ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. ഇത് ചിലപ്പോൾ ഒരു സ്ഥലത്തൊക്കെ നമ്മൾ കാണുമ്പോൾ ചിലപ്പോൾ ഇത് വെറുതെ മസ്കടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആളുകളെ സൂചിപ്പിക്കാൻ വേണ്ടി ചെയ്യണം. പക്ഷെ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ സിനിമയിലും, നമ്മൾ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന സിനിമയിൽ രാവിലെ അവിടെ അടുത്തുള്ള അമ്പലത്തിൽ പോവും, ഈ സിനിമയുടെ പേരിൽ വഴിപാട് നടത്തും, അതിൻ്റെ ഡയറക്ടറുടെ പേരിൽ പൂജയ്ക്ക് കൊടുക്കും, എന്നിട്ട് അതിൻ്റെ പ്രസാദമായിട്ട് അന്ന് അവർക്ക് വർക്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ലൊക്കേഷനിൽ വരെ എല്ലാവർക്കും ആ പ്രസാദം കൊടുക്കും. അത് അവർക്ക് ആ സിനിമയോടുണ്ടായിരുന്ന ശരിക്കുള്ള സ്നേഹം കൊണ്ടാണല്ലോ. അത് ആരെങ്കിലും സന്തോഷിപ്പിക്കാനോ അല്ലെങ്കിൽ അടുത്തൊരു പടം കിട്ടുന്നതിന് വേണ്ടിയിട്ടോ അങ്ങനെയൊന്നുമല്ല. അവർക്ക് സിനിമയോട് അത്രയും സ്നേഹമാണ്. നമ്മൾ ചില അമ്മമാരോട് ഏത് മക്കളെയാണ് കൂടുതൽ ഇഷ്ടം എന്ന് ചോദിച്ചാൽ വലിയ പാടാണ്. അവർക്ക് എല്ലാവരും ഒരുപോലെയാണെന്ന് പറയുന്നതല്ലേ. സുകുമാരിയമ്മയൊക്കെ എനിക്ക് തോന്നുന്നത് ഈ ലൊക്കേഷനിൽ അങ്ങനെ ഒരു ഈ വലിപ്പച്ചെറുപ്പമില്ലാതെ എല്ലാവരെയും ഒരുപോലെ പരിഗണിച്ചിരുന്ന. തീർച്ചയായിട്ടും അത് ഞാൻ അവര് ജനുവിനാണെന്ന് തിരിച്ചറിയുന്നത് അതിനു മുമ്പ് ഞാൻ സിനിമയിലേക്ക് ജനിച്ചു വീണ ആളാണ് സുകുമാരിയമ്മ. അപ്പം കുറെ കാലം കൊണ്ട് സിനിമയുടെ നമ്മൾ പറയാറുള്ള ചില കാര്യങ്ങളൊക്കെ അടക്കമുള്ള ആളായിരിക്കും. അപ്പൊ ഇതിലൊക്കെ എത്രമാത്രം ആത്മാർത്ഥതയുണ്ട് എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും. പക്ഷെ അങ്ങനെ അല്ല എന്നുള്ളത് ഞാൻ തിരിച്ചറിയുന്നത് ഈ ക്ലാസ്മേറ്റ്സ് എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്നതിന് മുൻപ് ചേച്ചിക്കൊരു ഹാർട്ട് അറ്റാക്ക് വന്ന് ബൈപ്പാസ് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചെയ്യുന്ന ഏതോ ഒരു സിനിമ, അച്ഛനുറങ്ങാത്ത വീടാണ് തോന്നുന്നത്, അങ്ങനെ ഏതോ ഒരു സിനിമയിൽ ചേച്ചി ഇല്ല. ചേച്ചി സുഖമില്ലാതിരിക്കുന്നതുകൊണ്ട് വിളിച്ചാൽ വരുന്ന എനിക്കറിയാം. അപ്പോൾ ആ സമയത്ത് യാത്ര ചെയ്യാനൊന്നും പാടില്ല. അപ്പോൾ ഞാൻ വിളിച്ചില്ല അതിന്. അത് കഴിഞ്ഞിട്ട് ക്ലാസ്മേറ്റ്സിലേക്ക് ആ ക്യാരക്ടറിന് സുഖുവിൻ്റെ അമ്മയായിട്ടുള്ള ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഞാൻ വിളിച്ചു. അവർ വന്നു. അപ്പോൾ ചേച്ചി എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ് വേറൊരു വീട്ടിലാണ് മേക്കപ്പൊക്കെ ചെയ്യുന്നത്. ഞാൻ എവിടെ ഷൂട്ട് ഷോട്ട് എടുത്തുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ ചേച്ചീനെ കാണാൻ വേണ്ടിയിട്ട് അവിടെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചേച്ചീനെ കാണാൻ ഞാൻ ചെന്നപ്പോൾ എന്നെ കണ്ട ഉടനെ ഒറ്റ കരച്ചിലാണ്, ഏങ്ങി കരയാണ്. അപ്പം എനിക്ക് എന്താ പറയണ്ടതെന്നറിയില്ല, എന്തിനാണ് കരയണതെന്ന് മനസ്സിലായില്ല. അതുകൊണ്ട് ഞാൻ സുഖമില്ലാണ്ട് കിടന്നപ്പോൾ, ഞാൻ സർജറി ചെയ്ത് കിടന്നപ്പോൾ എന്നെ കാണാൻ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ച ഒരേ ഒരാൾ നീയായിരുന്നു. നീ വന്നില്ല എന്ന് മാത്രമല്ല, അടുത്ത നീ സിനിമ തുടങ്ങിയപ്പോൾ എനിക്ക് റോളുണ്ടെങ്കിലും ഇല്ലെങ്കിലും നീ എന്നോട് പറയണ്ടേ നീ സിനിമ തുടങ്ങണമെന്നുള്ളത്. ഞാനും കരഞ്ഞു, ചേച്ചിയും കരഞ്ഞു. ഞാൻ ചെന്ന് കെട്ടിപ്പിടിച്ച് ഞാൻ സോറി പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേച്ചിക്ക് സുഖമില്ല, ഇങ്ങനെ ഒരു സർജറി കഴിഞ്ഞിരിക്കുകയാണ്, ഭയങ്കര ഇമോഷണൽ ആവും നമ്മൾ തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ, അതൊക്കെ പ്രശ്നം ഉണ്ടാന്ന് വിചാരിച്ചിട്ട് വരാതിരുന്നതാണ്. ആ സിനിമയിൽ ഞാൻ മനഃപൂർവ്വം വിളിക്കാതിരുന്നതാണ്, ചേച്ചീനെ സ്ട്രെയിൻ ചെയ്യിക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. ഇപ്പം ഞാൻ വിളിച്ചില്ലേ? അല്ലല്ല, ഞാനത് കരയുന്നു ഞാൻ വിചാരിച്ചില്ല. ഞാൻ നിന്നെ കണ്ടപ്പോൾ ഞാൻ കരഞ്ഞു പോയതാണ്. സോറി മാ. അതെ, ഇത് ഒരു 1000-1500 പടം ആ സമയത്ത് കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്. അതെ, ആലോചിക്കണം. അല്ല, അതിൽ നിന്ന് ഒരാളായിട്ട് നമ്മളെ സെലക്ട് ചെയ്തു എന്ന് പറയുന്നത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. അവർ എന്നും എനിക്കൊരു മദർ ഫിഗർ തന്നെയായിരുന്നു.